ബ്ലസ് ഈച്ച് അതർ, അന്യോന്യം അനുഗ്രഹിക്കുവീൻ. വളരെ നാളായിട്ട് വചനങ്ങൾ നമ്മൾ പറയുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് വായുമണ്ഡലത്തിലേക്ക് വചനം പോവുകയും അത് പ്രവർത്തിച്ചിട്ട് തിരിച്ചു വന്നുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്ന കാലയളവാണിത്. 14 വർഷത്തോളം വചനം TV തന്നെ പറയുന്നുണ്ട്. അനേക മക്കൾക്ക് ഇത് വിത്തുകൾ കിളുത്ത് ഫലം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഈ വചനം അയച്ച TV തുടങ്ങിയ കഴിഞ്ഞ പിന്നെ തന്നെ റിമാർക്കബിളായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്മ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളുടെ നടുക്ക് ക്രിസ്തു നടും തൂണായിട്ട് നിന്ന് തന്നെ നമ്മളെ ഓരോ ആവശ്യങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോകത്തിലുള്ള ഏത് പ്രശ്നവും കർത്താവിന് മുമ്പിലായിട്ടാണ് ഓടിക്കൊണ്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ മുഖം ഇറക്കി വെച്ചേച്ച് ഭാരമിറക്കി വെച്ച് ദൈവത്തിൽ സന്തോഷിക്കുകയും ആ കിട്ടുന്ന സന്തോഷം പോലെ മറ്റുള്ളവർക്കും അവരുടെ പ്രയാസത്തിൽ പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും. അത് എപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ല, വിശ്വാസ വെളിച്ചത്തിൽ ആദ്യമൊക്കെ. പക്ഷേ കുറേ പ്രായമാകുമ്പോൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിളിച്ച് പറയാനൊക്കെ അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ നമ്മളെ നടത്തിയത് മോശ പുറവശം കണ്ടതുപോലെ ഇത്രയും നാൾ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്നുള്ള ഉറപ്പാണ്. ദാറ്റ് കംസ് ബൈ എക്സ്പീരിയൻസ്. അതൊരു വലിയ സത്യമാണ്. മോശയ്ക്ക് അത്ര ബലം ചുമ്മാ അല്ല 80 വയസ്സ് വരെ ദൈവം ഉപയോഗിച്ചില്ല. കാരണം സ്വയബലം ഉള്ളത്തിടത്തോളം കാലം ഇത് ഉപയോഗിക്കാനൊക്കത്തില്ല. അതുതന്നെ അബ്രഹാമിന് 100 വയസ്സ് വരെ കഴിഞ്ഞിട്ടാണ് ഒരു സന്തതിയെ തൻ്റെ സ്വന്തം കഴിവിലൊക്കത്തില്ല എന്നുള്ള ബോധം വരുത്തുന്നിടം വരെ ദൈവം അടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും ദൈവനാമത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ സ്വയ കഴിവ് അതിനകത്തോട്ട് ഇടരുത്. ഈ TD ജേക്സ് എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസംഗിക്കും പലപ്പോഴും പറയും, അദ്ദേഹം പറയുന്നതാണ്, ഐ നോ യു ആർ ഇൻ കൺട്രോൾ. ദൈവമേ, നീ കാര്യങ്ങൾ നടത്തുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ വോളണ്ടിയർ ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോട്ടെ എന്ന്. ദൈവത്തിന് നമ്മുടെ വോളണ്ടിയർഷിപ്പൊന്നും ആവശ്യമില്ലെന്ന്. ഹി ക്യാൻ ഡു ഇറ്റ് ഹിംസെൽഫ്. പിന്നെ കർത്താവിൻ്റെ പുറകിൽ നിന്ന് അനുഭവിക്കാൻ നേരത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഭാഗ്യം വാങ്ങിച്ചെടുക്കുക. അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന വാക്യം 1 പത്രോസ് 3:8 തൊട്ട് 12 വരെയുള്ള വാക്യം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അന്യോന്യം അനുഗ്രഹിക്കാൻ നമ്മളെ പഠിപ്പിക്കട്ടെ. തീർച്ചയ്ക്ക് മീൻസ് ഫൈനലി എന്നാണ് ഇംഗ്ലീഷിൽ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയ ബുദ്ധിയുമുള്ളവരായിരിക്കും. എല്ലാവരുടെയും അവസാനം എന്തുവാണ്? ഐക്യത. എവിടെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരും അവിടെയെല്ലാം പിശാച് കയറി വരുന്നുണ്ട്. അവൻ എങ്ങനെയും ഐക്യത ഇല്ലാതാക്കുക. സ്ട്രൈഫ് സ്പിരിറ്റ് എന്നതിന് പറയുന്നത്. ഐക്യത ഇല്ലയോ കുടുംബത്തിൽ ഐശ്വര്യം വരത്തില്ല. ഭാര്യ ഭർത്താക്കം 2 പേർക്കും അങ്ങേറ്റ കഴിവുള്ളവരാണ്. പക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് പിടിക്കത്തില്ല, ഭർത്താവിന് ഭാര്യ പിടിക്കുന്നത്. 2 പേരും ഉദ്ദേശിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമുക്കിത് പറഞ്ഞ് പിടിപ്പിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തതിനാൽ പലപ്പോഴും അത് വഴക്കായിട്ട് മാറുന്നു. ഭാര്യ ദേഷ്യപ്പെടും, ഭർത്താവ് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങിപ്പോൾ പിന്നെ തിരിച്ചു കയറി വരത്തില്ല. രണ്ടും ഡിഫറെൻ്റ് ഇഫക്റ്റാണ്. ഭർത്താവ് തിരിച്ചു വന്നത് ഫേസ് ചെയ്യണമെന്ന് ഭാര്യ ആഗ്രഹിക്കുന്നു. ഭാര്യ വിചാരിക്കും, വഴക്കുണ്ടാകും, ഭർത്താവ് പറയും ഇത് ഫേസ് ചെയ്യാൻ എനിക്ക് കഴിവില്ല, ഞാൻ പുറത്ത് പോയിച്ചു. 2 പേരും നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്, പക്ഷേ അൾട്ടിമേറ്റ് എൻ്റെ അഴുക്കാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ബുദ്ധിയൊന്നും ഇതിനകത്ത് ഉപയോഗിക്കേണ്ട. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപം, കമ്പാഷനേറ്റ്, എപ്പോഴും നമ്മുടെ ഈ സഹതാപം ചോദിച്ചു വാങ്ങുന്നത്. ഐ ഡോണ്ട് ഹാവ് ഇറ്റ്, ഐ നീഡ് ഇറ്റ്. സഹോദര പ്രീതി. അത് നമ്മൾ മറ്റുള്ളവരെ എൻ്റെ സഹോദരനാണെന്ന് നമ്മളോട് ദൈവം പറയത്തക്ക വിധത്തിൽ അവൻ നമ്മളോട് അടുക്ക വന്നെങ്കിൽ നമ്മളാലാകുന്ന നന്മ ദൈവനാമത്തിൽ ചെയ്യണം. മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവർ. അപ്പോൾ എന്തൊക്കെയാണ്? ഐക്യമത്യത വേണം, സഹതാപം വേണം, സഹോദരൻ എന്ന കരുതൽ വേണം, മനസ്സലിവ് വേണം, വിനയബുദ്ധിയുള്ളവരായിരിക്കണം. ഈ 5 കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊന്നും സ്വയമേ ആർക്കും ഉണ്ടാക്കാനൊക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിപ്പോയി. അപ്പോൾ ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് പകരം ശകാരം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നില്ല ദൈവം. അവനത് ചെയ്തെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കാം. അങ്ങനെയാണ് പല വലിയ തലമുറകൾ കുടുംബങ്ങളിലുള്ളവർ നശിച്ചു പോയത്. കാരണം ഒന്ന് പറഞ്ഞാൽ 2നെ അടിക്കുക.
കാരണം അവർക്കതിന് പ്രാപ്തിയുണ്ട്. അന്നൊന്നും പോലീസുകാരില്ലല്ലോ, അവരാണ് പോലീസും വക്കീലും ജഡ്ജും അല്ല. അപ്പം പിന്നെ ആരും ചോദിക്കാനില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ചോദിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റി? അടുത്ത തലമുറകൾക്ക് ശാപം ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മൾ വിചാരിക്കും അത്രയില്ല, അവനത് അർഹിക്കുന്നതാണ്, അവനെ കൊല്ലേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മളങ്ങ് പറയും ദേഷ്യപ്പെട്ട്. പക്ഷേ വി ഹാവ് നോ റൈറ്റ് ടു ടേക്ക് അനദർ പേഴ്സൺസ് ലൈഫ്. ശ്രദ്ധിച്ച് കേൾക്കണേ. വി ഹാവ് നോ റൈറ്റ്. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ദീന എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ മകൾ ദീനായെ അവിടെ അടുത്തുള്ള ജാതിയിൽപ്പെട്ട ഒരുത്തൻ ഇഷ്ടമായിട്ട് അവിടോട്ട് വിളിച്ചു അവളെ അവഹേളിച്ചു എന്ന് പറയുന്നുണ്ട്. അവളുമായിട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, അവളുമായിട്ട് സ്നേഹബന്ധം. അതോടുകൂടി യാക്കോബ് വെയിറ്റ് ചെയ്യാണ്. യാക്കോബ് വെയിറ്റ് ചെയ്ത് നോക്കി ഇരുന്നിട്ട് മറ്റ് സഹോദരന്മാർ വന്നപ്പം പറഞ്ഞു കൊടുത്തു. അതിൽ യഹൂദയല്ല, രൂബേനാണെന്ന് തോന്നുന്നു, മൂത്ത മകൻ. ഇവരെല്ലാവരും കൂടെ ചെന്നിട്ട് അവരെല്ലാവരും കൂടെ അവിടെയുള്ള ആളുകളെ വെട്ടിക്കൊല്ലുക ചെയ്തു. അതായത് പ്രൊപ്പോർഷനേറ്റ് അല്ലാതെ. എൻ്റെ സഹോദരിയെ കൊണ്ടുപോയി, എൻ്റെ സഹോദരനോട് ആര് പറഞ്ഞു അവിടെ പോകാൻ? അവന് ഇഷ്ടം തോന്നി, അവന് കൂടെ ശയിക്കാനോ അവന് കൂടെ കല്യാണം കഴിപ്പിക്കാനോ ഒക്കെ ആഗ്രഹം ചോദിച്ചു വന്നപ്പോൾ അവരെ ചെന്ന് എല്ലാവരെയും കൊല്ലുക ചെയ്ത്. അതിനകത്തൊരു വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ശാപമാണ് വരുത്തി വെച്ചത്. നമ്മൾ ഒരു പ്രശ്നമുണ്ട്, അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ചെയ്യുന്നത് അൺപ്രൊപ്പോർഷനേറ്റായിട്ട്. അതായത് ഒരു ചെറിയ കുറ്റം പറഞ്ഞാൽ അവനെ അടിച്ചു കൊല്ലുക എന്ന് പറയുമ്പോൾ ദൈവം സഹിക്കത്തില്ല. ഒരടി തിരിച്ചൊരടി കൊടുത്തു പറയുമ്പോൾ സാരമില്ല പൊക്കോട്ടെ എന്ന് പറയും. പക്ഷെ അതല്ല ഇവിടെ 49-ാം അധ്യായത്തിൽ ഈ ഉൽപ്പത്തി 49 അനുഗ്രഹിക്കുന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് ഈ ദൈവത്തിൻ്റെ കോപം വന്നതിൻ്റെ ഒരു ഭാഗം 49 യാക്കോബ് പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പം, രൂബേനെ നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യഫലവും, ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും, ബലത്തിൻ്റെ വൈശിഷ്ട്യം തന്നെ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. കണ്ടോ? ഈ ഗുണങ്ങളെല്ലാം ദൈവം രൂപേന് കൊടുത്തു. പക്ഷേ അവസാനം പറയുന്നത് എന്തോ? വെള്ളം പോലെ നീ തുളുമ്പുക. നിനക്ക് എവിടെ നിർത്തണം എന്നറിയത്തില്ല. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഇതൊക്കെ ആത്മാവിലാണ് പറയുന്നത്. നീ ശ്രേഷ്ഠനാകത്തില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. അതുപോലെ തന്നെ അപ്പം നമ്മൾ ഈ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ശാപം വരുത്തി വെക്കും. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എൻ്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ ജനമേ, അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഇതൊക്കെ കാണുക. ഉഗ്രകോപവും കഠിന ക്രോധവും. ഈ ഒത്തിരി ക്രോധമുള്ളവർ ഓർക്കണം, ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല. നമ്മൾ തലമുറകൾക്ക് ശാപമുണ്ട്. ചില വ്യക്തികളുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് അവരോട് മിണ്ടാൻ പേടിയാണ്. അവരുടെ നോട്ടവും ആ രീതിയും കാണുമ്പം അവരുടെ ബലഹീന സ്വഭാവമാണ് എനിക്ക്. പക്ഷെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. ദൈവം പറയുന്നത് എന്തുവാ? അതൊന്നും നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് പകരം ശകാരം ചെയ്യാൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുകയും എല്ലാം നന്മയാക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, ഞാൻ 1 പത്രോസ് 3:10 ഇപ്പം വായിക്കുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം പറയല്ലേ, വ്യാജ്യം നമ്മൾ പറയരുത്. ദോഷം ചെയ്യാതെ നാവിനെയും എല്ലാം നാവ് കൊണ്ടാണ് ചെയ്യുന്നത്. അവൻ ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്ടവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ചെവി ഓർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ പറയുന്നുണ്ട് യാക്കോബിനകത്ത് പറയുന്നുണ്ട്, നീതിമാൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്രയോ ബലപ്പെട്ടതാണ്. നമ്മളിത് മനസ്സിലാക്കാത്തവരെ പോലെ പറയുന്നില്ല. നീതിമാന്മാരുടെ യാക്കോബിൻ്റെ 5:16 നീതിമാന്മാരുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു.
നമ്മൾ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുകയാണ്. കരുണയുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമ്പോൾ നമ്മൾ ദിനംപ്രതി നമ്മളെ ഓർപ്പിച്ചിട്ട് നന്ദിയുള്ള ഒരു ഹൃദയം ചോദിച്ചു, എനിക്കൊരു നന്ദിയുള്ള ഹൃദയം. ഇറ്റ് നീഡ് ടു ബി ആസ്ഡ്. തന്നെ ഉണ്ടാകത്തില്ല. ഒരു നല്ല കാര്യവും മനുഷ്യനിൽ തന്നെ ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കണം. ആരെത്ര വലിയ ആളുകൾ നന്മ ചെയ്യുന്നെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ ചെയ്യാതെ ഒരു മനുഷ്യനും തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന നന്മ ചെയ്യാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ പേര് ഫേമസ് ആകാൻ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് വലുതാക്കാൻ, ലോകത്തിൽ എന്നെ അറിയാൻ വേണ്ടിയൊക്കെ അതൊക്കെ നമ്മൾ ഓരോന്ന് പേപ്പർ വരാൻ വേണ്ടി ഓരോന്ന് ചെയ്യും. അത് സ്വർഗത്തിൽ എത്ര വിലയുണ്ട്, മരിച്ചു കഴിയുമ്പോൾ എത്ര കിരീടം അതുകൊണ്ട് കിട്ടുന്നെന്ന് നമുക്കറിഞ്ഞിട്ടുണ്ട്. കിരീടം കിട്ടുന്നത് വ്യക്തമായിട്ടും പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന അനുഗ്രഹിക്കുന്ന ഓരോ പ്രവൃത്തികളും ചെറുതോ വലുതാണെങ്കിലും അതിന് തീർത്തും പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് മേലിൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ദൈവം പറയണം, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാണ്. അവരുടെ ബലഹീനതകളെ മറന്ന് അനുഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ ശാപ സ്വഭാവം എടുത്തു കളഞ്ഞിട്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമാക്കണം. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. സഹോദരിമാർ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുമ്പം അവിടെ ഒരു ഭാര്യ ഭർത്താവ് കുറച്ച് നേരം വഴക്കുണ്ടാക്കിയെന്നിരിക്കും. അത് കഴിയുമ്പോൾ എന്താന്നേലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, എന്തു വന്നാലും. പ്രശ്നമൊക്കെ ഉണ്ട്, ശരി, പ്രശ്നം പ്രയാസമാണ്, വലുതാണ്, പക്ഷേ ഐ വിൽ സ്റ്റേ വിത്ത് യു. ആ ഒരു വാക്ക് അതുണ്ടാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശകാരത്തിന് പകരം ശകാരവും, കർത്താവെ ദോഷത്തിന് പകരം ദോഷവും തിരിച്ച് ചെയ്യാതെ നന്മ ചെയ്യുന്നവരാക്കി മാറ്റാൻ നിനക്ക് മനസ്സലിവ് തോന്നണം. കർത്താവെ, ഞങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഇല്ല. കർത്താവെ, അത് ഇട്ടു തരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ നിൻ്റെ നീതിമാൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധയോടെ കേൾക്കും. നീതിമാനാണെങ്കിൽ അനുഗ്രഹിക്കുന്നവനാകണ്ടേ അപ്പച്ച. ഞങ്ങളുടെ ക്രോധവും കോപവും ഉഗ്രകോപവും ഒന്നും നിനക്കിഷ്ടമല്ലെന്ന്. അതൊക്കെ ഞങ്ങളുടെ തലമുറകൾ കൂടെ വന്ന് ഓരോ വ്യക്തികളും പറയും, ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യമാണ്. അങ്ങനെ ഞാൻ കാണും. ഇതിനൊന്നും ഒരു കാര്യമില്ല. അതാ ഈ സ്വഭാവങ്ങളെല്ലാം ജഡത്തിൻ്റേത്, പിശാചിൻ്റേത്. എടുത്ത് ദൂരെ കളഞ്ഞേച്ച് നല്ല വിനയപ്പെട്ട് സൗമ്യതയോടുകൂടി കൃപയോടുകൂടി കമ്പാഷനേറ്റായിട്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണം. മാറാൻ കിടക്കുന്ന ഒത്തിരി മാറാൻ കിടക്കുന്ന ദൈവമേ, എൻ്റെ വിശുദ്ധ രക്തം ഒഴിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ട്. ഞങ്ങളുടെ ബലഹീനത ഞങ്ങളുടെ തലമുറകളോട് ചോദിക്കാതെ അവരെയും കൂടെ നിത്യമായ രക്ഷയിൽ നിത്യ ഉട്ടമ്പടിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. അവരുടെ നാവും ഞങ്ങളുടെ നാവും എല്ലാം ദൈവത്തിൻ്റെ നന്മ പറയുന്ന, നന്മ ചെയ്യുന്ന നാവായിട്ട് മാറും. ഹൗ വണ്ടർഫുൾ ഈസ് ദ ഫീറ്റ് ഓഫ് ദോസ് ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സുവാർത്ത ദൂതിയുമായിട്ട് കടന്നു വരുന്ന കാലുകൾ എത്ര മനോഹരം. നന്മ പറയാനും അനുഗ്രഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ച അവിടെ നിന്ന് ഇത് ചെയ്യുന്നതിനാൽ നന്ദി കർത്താവേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ തലമുറകൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യം നിറയട്ടെ. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മുട്ടുമടക്കിയിട്ട് അവരിലും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച. ഒരു ശത്രു നമ്മുടെ മേൽ ഇനി കർത്തൃത്വം നടത്തത്തില്ല. എൻ്റെ ദൈവം ഞങ്ങളുടെ രക്ഷകനായി മാറിയിരിക്കുന്നു. അവൻ ഞങ്ങളുടെ ഫോർട്രസ്സായി മാറിയിരിക്കുന്നു. അവൻ എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ ബലവും എൻ്റെ ഗോപുരവുമായി മാറിയിരിക്കുന്നു. നാഥൻ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്ന് എൻ്റെ ശാശ്വത ഭുജം ഉയർത്തി ഞങ്ങളെ തലമുറ അനുഗ്രഹിച്ചിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ബലം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.